ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തക്കാളിപ്പനി എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ പല മാതാപിതാക്കളും ഭയപ്പെടാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും പുതിയൊരു രോഗമാണോ, അതോ പഴയൊരു രോഗത്തിന് കിട്ടിയ പുതിയ പേരോ? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി അറിയാം. ആദ്യം തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാം. ഈ തക്കാളിപ്പനി അഥവാ HFMD, ഹാൻഡ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്നൊരു വൈറസ് ശരിക്കുമുണ്ടോ? ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒരു രോഗമാണ് ഈ തക്കാളിപ്പനി എന്ന് പറയുന്നത്. തക്കാളിപ്പനി എന്നുള്ളത് ഒരു കോമൺ വിളിപ്പേരാണെങ്കിലും അതിൻ്റെ ശരിക്കുമുള്ള പേര് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നാണ്. ഇതൊരു വൈറൽ ഡിസീസാണ്. അപ്പം ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ത് വൈറസാണ് കോസ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഒരു കോക്സാക്കി A16 വൈറസാണ് നമ്മുടെ ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് കോസ് ചെയ്യുന്നത്. പനി വന്ന എല്ലാ കുട്ടികൾക്കും ഈ HFMD ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കണോ, അതോ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഇവർ കാണിക്കുമോ? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിന് കയ്യ്, കാല്, പിന്നെ വായനോട് എന്തോ ഒരു റിലേഷൻ ഉണ്ട്. അപ്പം ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫീവറിൻ്റെ കൂടെ കുട്ടികൾക്ക് കയ്യിൽ പത്തികളിലാണെങ്കിലും കാലുകളിലെ പാദങ്ങളിലാണെങ്കിലും ഇങ്ങനെ റാഷസ് വരുന്ന അതിൻ്റെ കൂടെ ഈ വായ്ക്ക് ചുറ്റും പിന്നെ നാവിൻ്റെ ഉള്ളിലും റാഷസ് വരുന്ന ഒരു കണ്ടീഷനാണ്. അതാണ് ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നുള്ളത് ഒരു ഫീവറിൻ്റെ കൂടെ വരുന്ന ഒരു റാഷും കൂടെയുള്ളൊരു രോഗമാണ്. സാധാരണ കുട്ടികൾക്ക് അസുഖം വന്നാൽ നമുക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ്, ഇനി എപ്പോഴാണ് കുട്ടീനെ സ്കൂളിലേക്ക് വിടേണ്ടത്, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു കുട്ടികൾക്ക് ഈ പനിയോ അല്ലെ ഈ അസുഖം പെട്ടെന്ന് പകരുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഇത് ശ്രദ്ധിക്കേണ്ടി വരും നമ്മൾ? ആദ്യമേ പറയുകയാണെങ്കിൽ ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് എയറോസോൾസിലൂടെയാണ്. അതായത് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ഉള്ള ഒരു കുട്ടി തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടി ടച്ച് ചെയ്ത സ്ഥലങ്ങളിൽ മറ്റു കുട്ടികൾ ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ഇതൊരു കോണ്ടാക്ട് സ്പ്രെഡിങ് ആണ് ഇതിനുള്ളത്. ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ഉള്ള കുട്ടികൾക്ക് സ്പ്രെഡിങ് റേറ്റ് വളരെ കൂടുതലാണ്. അതായത് ഇത് വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു അസുഖമാണ്. അപ്പോൾ നമ്മുടെ ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ഉള്ള കുട്ടികൾക്ക് ഒരാഴ്ചയോളം വിശ്രമം കൊടുക്കുന്നതാണ് നല്ലത്, മറ്റു കുട്ടികൾക്ക് പകരാതിരിക്കാൻ. ഡോക്ടർ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു വൈറൽ രോഗമാണ്. എന്നിരുന്നാലും ചോദിക്കുകയാണ്, ഇതിന് പ്രത്യേകമായി നമ്മൾ മരുന്ന് എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ പറയാറുണ്ട് വൈറൽ അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് കൊണ്ട് വലിയ പ്രയോജനമില്ല, അതേപോലെയാണോ ഈ പനിയുടെ അവസ്ഥ? അല്ലോ ഇതിൽ ആന്റിബയോട്ടിക് കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും മെച്ചം വരാനുണ്ടോ? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിൽ പ്രധാനമായിട്ട് പ്രയാസം വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടിയുടെ വായിൽ റാഷസ് വരുമ്പോൾ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പ്രയാസമാണ് സാധാരണ കുട്ടികളിൽ കാണാറ്. പിന്നെ നമ്മുടെ കയ്യിലും കാലിലും ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളും പിന്നെ അതിൻ്റെ കൂടെ നല്ല ശക്തിയായ പനിയും ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഫെബ്രൈൽ സീഷറൊക്കെ വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ ഹൈ ഗ്രേഡ് ഫീവർ ചിലപ്പോൾ സീഷറിലേക്ക് നയിച്ചേക്കാം. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നുള്ളത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. അതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും തന്നെയില്ല. പിന്നെ നമ്മൾക്ക് ഈ പനി കുറയ്ക്കാനായിട്ടുള്ള അതല്ലാതെ ഈ വായിലുള്ള റാഷസിൻ്റെ ഒരു സപ്പോർട്ടീവ് മെഡിസിൻസ് ഒക്കെ കൊടുക്കാമെന്നുള്ളതല്ലാതെ ഇതിന് പ്രത്യേകമായിട്ട് മരുന്നുകളൊന്നുമില്ല. പിന്നെ വേറെ ഒരു പ്രധാന സംശയം കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ തക്കാളി പനിക്ക് എന്തെങ്കിലും പ്രതിരോധ മരുന്ന് കൊടുത്താൽ ആ അടുത്ത കുട്ടിക്ക് വരാതിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. തക്കാളി പനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വാക്സിൻസോ പ്രതിരോധ മരുന്നുകളോ ഒന്നും തന്നെയില്ല.
അപ്പം നമ്മളുടെ സ്കൂളിൽ ഏതെങ്കിലും കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് പകരാതിരിക്കാൻ പ്രതിരോധ മരുന്നുകളോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ടീച്ചർമാരും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അവസാനമായി ചോദിക്കട്ടെ ഡോക്ടർ, എപ്പോഴാണ് നമ്മൾ മാതാപിതാക്കൾ ഉടനെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത്? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ ഈ തക്കാളിപ്പനിയിൽ പ്രധാനമായിട്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ വായിൽ റാഷസ് വന്നാൽ കുട്ടികൾ വേദന കാരണം ഭക്ഷണം ഇറക്കാതിരിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹൈ ഗ്രേഡ് ഫീവർ, അതായത് നല്ല രീതിയിലുള്ള പനി ഉണ്ടാവും. ഈ നല്ല രീതിയിലുള്ള പനി വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇത് പനിയോടുകൂടെയുള്ള സീഷർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കുട്ടിക്ക് ആക്ടിവിറ്റി കുറവാണ്, അല്ലെങ്കിൽ ആദ്യം ആക്റ്റീവ് ആയിരുന്ന പോലെ ഇപ്പം അങ്ങോട്ട് ആക്റ്റീവ് ആവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്തായാലും കൺസൾട്ടേഷൻ നേടി അതിനുള്ള ചികിത്സ നേടേണ്ടതാണ്. താങ്ക് യു ഡോക്ടർ, ദാറ്റ് വാസ് വെരി ഇൻഫർമേറ്റീവ്. അപ്പോൾ ഇനി തക്കാളിപ്പനി എന്ന് പേര് കേട്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അത് നിസ്സാരമെന്ന് കരുതുകയും അരുത്. ശരിയായ ശുചിത്വവും മതിയായ വെള്ളവും സമയത്ത് ഡോക്ടറുടെ ഉപദേശവും മിക്ക കുട്ടികളെയും സുരക്ഷിതമായി സുഖപ്പെടുത്താൻ സഹായിക്കും. അടുത്ത പോഡ്കാസ്റ്റിൽ മറ്റൊരു ആരോഗ്യ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. താങ്ക് യു.